ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ 2ാം ക്ലാസ് കഴിഞ്ഞു, പുതിയ ക്ലാസ്സിലേക്കൊക്കെ എത്തിയല്ലേ, കുറച്ച് വലിയ കുട്ടികളൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് നിങ്ങളെ പരിസര പഠനം പുസ്തകത്തിലെ 1ാമത്തെ പാഠഭാഗമാണ് നോക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കാണുള്ളത്. ഒന്ന് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ 4 പാഠഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് ഹരിതഭൂമി എന്നുള്ള പാഠഭാഗം, 1ാമത്തേത്, 2ാമത്തേത് ജന്തുലോകത്തേക്ക്, 3 ജലവും മണ്ണും, 4 വൃത്തി നൽകും ശക്തി. ഈ 4 പാഠഭാഗങ്ങളാണ് ഒന്നാമത്തെ പാർട്ടിൽ വരുന്നത്. ഓക്കെ, ഇതിലെ ഹരിതഭൂമി എന്ന ഈ ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മലയാളം മീഡിയമാണ്. ഇംഗ്ലീഷ് മീഡിയവും നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അഥവാ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ പാഠഭാഗം ഹരിതഭൂമി എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഒരു കുഞ്ഞു പാട്ട് പോലെ തന്നിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. തൊട്ടുവാ പൈങ്കിളിയെ, തെയ്യകം 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 താര, മാമരം തൊട്ടുവാ പൈങ്കിളിയെ, കിളി തൊട്ട മരമേത്, മരമതിൻ പേരെന്ത്, വലുതെന്നോ ചെറുതെന്നോ പറയാമോ, തെയ്യകം 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 താര, പൂവന്നു തൊട്ടുവാ പൈങ്കിളിയെ, കിളി തൊട്ട പൂവേത്, പൂവിൻ്റെ പേരെന്ത്, പൂവതിൻ നിറമെന്ത് പറയാമോ, തെയ്യകം തെയ്യകം താര, ഇലയൊന്നു തൊട്ടുവാ പൈങ്കിളിയെ, കിളി തൊട്ട ഇലയേത്, ഇലയതിൻ പേരെന്ത്, ഇല തന്ന ആകൃതി പറയാമോ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു നാടൻ കവിത പോലെയാണ് തന്നിട്ടുള്ളത്. ഒരു പൈങ്കിളിയോട് മരം തൊട്ടുവായോ, അതുപോലെ തന്നെ പൂവ് തൊട്ടുവായോ, ഇല തൊട്ടുവായോ എന്നൊക്കെ പറയാണ്. എന്നിട്ട് തൊട്ടതിൻ്റെ പേര് പറയാനും അതിൻ്റെ പ്രത്യേകത ചെറുതാണോ വലുതാണോ, നിറം എന്ത്, അതുപോലെ ആകൃതി എന്ത് എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. പാട്ട് പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ, പാട്ടുപാടി കളിക്കുന്ന ഈ കളി നമുക്കും കളിച്ചാലോ. അപ്പോൾ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതേപോലെ ഒരു കളി കളിക്കാം. കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങൾ തൊടാൻ അവസരം ലഭിച്ചു എന്നും ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാമെന്നും പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സസ്യങ്ങൾ അല്ലേ, ഒരുപാട് സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മാവ്, പ്ലാവ്, തേക്ക്, ഈട്ടി, കവുങ്ങ്, റോസ്, മല്ലിക, ജമന്തി, ഓർക്കിഡ്, മുല്ല, വാഴ, തുളസി, താമര, ആമ്പല് തുടങ്ങിയ ഒരുപാട് സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്നതിൻ്റെയൊക്കെ പേര് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കാം. ഇനി ഏതെല്ലാം ഭാഗങ്ങൾ എന്നുള്ളതാണ്. സൈറ ചെടിയുടെ ഭാഗം ഓരോന്നിൻ്റെയും ചിത്രം വരക്കുകയാണ് ചെയ്യുന്നത്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്, ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വേര് എവിടെയാണ്, ഈ ഭാഗത്തായിട്ടാണ് വേരുണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അവിടെ വേര് എന്ന് എഴുതി കൊടുക്കുക, വേര്. ഇനി ഇതെന്താണ്, ഇത് ചെടിയുടെ തണ്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ തണ്ട് എന്ന് എഴുതി കൊടുക്കുക, ചെടിയുടെ തണ്ടാണ്. ഇനി ഇവിടെ ചെടിക്ക് ഒരു ഇലയുണ്ടെന്ന് വിചാരിക്കുക. ഇതെന്താണ്, ഇത് ചെടിയുടെ ഇലയാണ്. ഇനി ചെടിയുടെ ഇവിടെയായിട്ട് എന്തുണ്ട്, ഒരു പൂവുണ്ട്. അപ്പോൾ ഇത് ചെടിയുടെ പൂവാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഒരുപാട് ഇലകളുണ്ട്. അപ്പോൾ അതിൽ ഇലകളിൽ ഒരു കായയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കായ എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ഇലക്കുള്ളത്. വേര്, ഇല, പൂവ്, കായ, തണ്ട്. ഓക്കെ, ഇവിടെ സസ്യഭാഗങ്ങളുടെ മറ്റു പേരുകൾ, തണ്ട് എന്നതിനെ നമ്മൾ കാണ്ഡം എന്ന് പറയും, ഇല എന്നതിനെ പത്രം എന്ന് പറയും, വേരിനെ നമ്മൾ മൂലം എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഇനി തരം തിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ, എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ, അല്ല അല്ലേ, ഓരോ സസ്യങ്ങളും ഓരോ തരത്തിലാണുള്ളത്. അപ്പോൾ സസ്യത്തിൻ്റെ വലുപ്പം, കാഠിന്യം, വളരുന്ന സ്ഥലം, ആയുസ് എന്നിവക്കനുസരിച്ച് നമുക്ക് സസ്യങ്ങളെ വേർതിരിക്കാം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കനുസരിച്ച് സസ്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ നോക്കൂ, ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്, ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്, വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, ഇവ എത്ര കാലം നിലനിൽക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ സസ്യവും ഓരോ തരത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാതും ഒരേപോലെയല്ല, ഓരോ സസ്യത്തിനും അതിൻ്റെ ആയുസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഇലകളിലെ വ്യത്യാസവും ബാക്കിയുള്ള സവിശേഷതകളും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒന്നും ഒന്നിനോട്
യോജിച്ച രീതിയിലല്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ നോക്കൂ താഴെ, സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങളെ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പട്ടികയിൽ സസ്യം എന്താണെന്നും അതിൻ്റെ വലിപ്പം, നിലനിൽക്കുന്ന കാലം എന്നിവക്കനുസരിച്ച് നമ്മൾ വേർതിരിച്ച് എഴുതണം. അപ്പോൾ ഒന്നാമത്തേത് ഇവിടെ ചീരയാണ് കൊടുത്തിട്ടുള്ളത്. ചീരയുടെ തണ്ട് എങ്ങനെയാണ്? മൃദുവായിട്ടുള്ള തണ്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ചെറുതാണ്. നിലനിൽക്കുന്ന കാലം മാസങ്ങൾ മാത്രമേ ഒരു ചീര നിലനിൽക്കുകയുള്ളൂ. ചെമ്പരത്തി ആണെങ്കിലും അതേപോലെ തന്നെ കാഠിന്യമുള്ള തണ്ടാണ്. അത് ഇടത്തരം വലുപ്പത്തിലാണുള്ളത്. വർഷങ്ങൾ ചെമ്പരത്തി നിലനിൽക്കുകയും ചെയ്യും. മാവാണെങ്കിൽ വളരെ കാഠിന്യമുള്ളതാണ്. അത് വലിപ്പം വലുതാണ്. വളരെ അധിക വർഷങ്ങൾ അത് നിലനിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് വാഴ. വാഴ എങ്ങനെയാണ്? വാഴയുടെ തണ്ട് എന്ന് പറയുന്നത് മൃദുവായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ടിക്ക് കൊടുക്കാം. അതുപോലെ തന്നെയാണ് അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ഇടത്തരം വലുപ്പമാണ് വാഴക്ക് ഉള്ളത്. അതിൻ്റെ കാലം എന്ന് പറയുന്നത് വളരെ അധികം വർഷങ്ങൾ അത് നിലനിൽക്കും. ഇനി റോസ് ആണെങ്കിലോ, റോസ് കാഠിന്യമുള്ളതാണ് അതിൻ്റെ തണ്ട് എന്ന് പറയുന്നത്. അത് ഇടത്തരം വലിപ്പത്തിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ റോസും നമുക്ക് മാസങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ, വർഷങ്ങൾ നിലനിൽക്കും. ഒരുപാട് വർഷമൊന്നുമില്ല, എങ്കിൽ പോലും കുറച്ച് വർഷങ്ങളൊക്കെ റോസ് നിലനിൽക്കുന്നതാണ്. അടുത്തത് പ്ലാവാണ്. പ്ലാവ് എങ്ങനെയുള്ളതാണ്? വളരെ കാഠിന്യമുള്ളതാണ് പ്ലാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് വലുതാണ്. പ്ലാവ് എന്ന് പറയുന്നത് വലുതാണ്. വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും. ഇനി അടുത്തൊരെണ്ണത്തിൻ്റെ പേര് നമുക്ക് എഴുതിയാലോ? നമുക്ക് തേക്ക് എന്ന് എഴുതാം അല്ലേ? തേക്ക്. തേക്ക് എങ്ങനെയാണ്? തേക്ക് വളരെ കാഠിന്യമുള്ളതാണ് അതിൻ്റെ തണ്ട്. വലുപ്പം എന്ന് പറയുന്നത് വലുതാണ്. അത് അധിക വർഷങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. ഇനി അടുത്തത് നമുക്ക് വേറെ ഒരെണ്ണത്തിൻ്റെ പേര് എഴുതാം. തുളസി. ഓക്കെ, തുളസി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? മൃദുവായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വലുപ്പം എന്ന് പറയുന്നത് ചെറുതാണ്. കാലം എന്ന് പറയുന്നത് അത് മാസങ്ങൾ മാത്രമേ ഒരു തുളസി നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചെടികളുടെ പേരെഴുതി അതിൻ്റെ സവിശേഷതകൾ ഇതേപോലെ നിങ്ങൾ ഈ പട്ടികയിൽ ഉള്ള പോലെ ടിക്ക് കൊടുത്ത് എഴുതുക. ഇനി അടുത്തത് നോക്കാം നമുക്ക്. പട്ടികയിൽ എന്തെല്ലാം മനസ്സിലായി? പട്ടികയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. എല്ലാ ചെടികളും ഒരേപോലെയല്ല, എന്നാൽ ഒരേ ഗണത്തിലുള്ള ചെടികൾ ഉണ്ട് താനും എന്ന് നമുക്ക് മനസ്സിലായി. സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നതിനെ പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കും. എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഔഷധികൾ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഔഷധികൾ എന്ന് വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. എന്താണ്? ഔഷധികൾക്ക് തണ്ട് എന്ന് പറയുന്നത് മൃദുവായിട്ടുള്ള തണ്ടുകളായിരിക്കും. അതുപോലെ തന്നെ ചെറിയ സസ്യമായിരിക്കും. ആഴത്തിൽ വേരോട്ടം ഉണ്ടാവില്ല. ഇതൊക്കെ പ്രധാനമായിട്ടുള്ള സവിശേഷതകളാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് മാവാണ്. മാവ് പറയുന്നത് വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ, ഞങ്ങളാണ് മരങ്ങൾ, അതിനെ മരങ്ങൾ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. വളരെ കാഠിന്യമുള്ള തണ്ടാണ്. ഞങ്ങൾ വലിയ മരങ്ങളാണ്. ഒരുപാട് വർഷം ജീവിക്കുകയും ചെയ്യും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി അടുത്ത ചെമ്പരത്തിയാണ് പറയുന്നത്. തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണ്. ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഔഷധികൾ, മരങ്ങൾ, കുറ്റിച്ചെടികൾ എന്നാണ്. ഇപ്പോൾ 3 നമുക്ക് പഠിച്ചു അല്ലേ. ഒന്ന്, ഇതിന് കട്ടിയുള്ള തണ്ടായിരിക്കും. ഇടത്തരം വലിപ്പമാണ് ഞങ്ങൾക്കുള്ളത് എന്നും പറയുന്നുണ്ട്. ഇനി ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാമായിരിക്കും? അപ്പോൾ ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ ഏതൊക്കെ ചെടികളാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഔഷധികളിൽ നമുക്ക് ചീര എഴുതാം. പിന്നെയോ വാഴ, തുമ്പ, തുളസി, തഴുതാമ, കുറുന്തോട്ടി, ഇതൊക്കെ എന്താണ്? ഔഷധികളാണ്. ഇനി കുറ്റിച്ചെടികളാണെങ്കിൽ ചെമ്പരത്തി, ജമന്തി, മല്ലിക, റോസ്. മരങ്ങളാണെങ്കിൽ മാവ്, ഈട്ടി, തേക്ക്, കശുമാവ്, പ്ലാവ്, ഇതൊക്കെ മരങ്ങളിൽ പെടുന്നതാണ്. ഈ പട്ടിക കൂട്ടുകാരെ പൂർത്തിയാക്കുക. ചേർത്തു വരക്കുക എന്നതാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിലെ കുറ്റിച്ചെടികൾ ഏതൊക്കെയാണ്, ഔഷധികൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മരങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ വരച്ചു ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കുറ്റിച്ചെടികൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? ആദ്യം നമുക്ക് കുറ്റിച്ചെടികൾ നോക്കാം അല്ലേ. ഇത് കുറ്റിച്ചെടിയാണല്ലേ, ഇത് കുറ്റിച്ചെടിയാണ്. അതേപോലെ തന്നെ വേറെ ഏതാണ് കുറ്റിച്ചെടി എന്ന് പറയുന്നത്? ഇതും കുറ്റിച്ചെടിയാണ്. കൂടാതെ വേറെ ഏതെങ്കിലും കുറ്റിച്ചെടിയുണ്ടോ? യെസ്, റോസും കുറ്റിച്ചെടിയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഔഷധി നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ഔഷധി എന്ന് നോക്കാം. ചീര എന്ന് പറയുന്നത് ഒരു ഔഷധിയാണ്. മുക്കുറ്റി എന്ന് പറയുന്നതും ഒരു ഔഷധിയാണ്.
അപ്പോൾ 2 ഔഷധികൾ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മരങ്ങളാണ്. ഒന്ന് ആല്, അല്ലേ, ഇത് മരമാണ്. തെങ്ങ് എന്ന് പറയുന്നതും മരമാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാരെ ഇത് വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കാം. നമുക്ക് വള്ളിച്ചെടികളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കൂട്ടുകാരെ, ഞങ്ങളും ഇവിടെയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറ്റിച്ചെടികളും മരങ്ങളും ഔഷധികളും എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് വള്ളിച്ചെടികൾ എന്നുള്ളതാണ്. എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ഒന്ന്, ഇവ വള്ളികളായിട്ടാണ് പടരുന്നത്, അല്ലേ? കൂടാതെ നിവർന്നു നിൽക്കാൻ ഇവർക്ക് കഴിയില്ല, അതുകൊണ്ടാണ് ഇവർ വള്ളിയായിട്ട് പോകുന്നത്. അതുപോലെ ഇവക്ക് വളരാൻ ഒരു താങ്ങ് ആവശ്യമാണ്. ഒരു താങ്ങുണ്ടെങ്കിൽ മാത്രമേ ഇവ ശരിക്കും വളരുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇവയുടെ വളർച്ച മുരടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പരിസരം നിരീക്ഷിച്ച് വള്ളിച്ചെടികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. ഏതൊക്കെയാണ്? മുല്ല, മത്തൻ, പടവലം, കുമ്പളം, പാവൽ, പയർ, കോവക്ക. ഇതൊക്കെ ഇത്തരത്തിലുള്ള വള്ളിച്ചെടികളാണ്. ഓക്കെ, വള്ളിച്ചെടികൾ 2 തരമുണ്ട്. നിലത്തു പടർന്നു വരുന്നവയും താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വരുന്നവയും. ഓക്കെ, ഇത്തരത്തിൽ 2 തരത്തിലാണ് വള്ളിച്ചെടികൾ ഉള്ളത് എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് സസ്യങ്ങൾ ജലത്തിലും. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എവിടെയായിരുന്നു? നമ്മുടെ മണ്ണിലുണ്ടാകുന്ന സസ്യങ്ങളെ കുറിച്ചായിരുന്നു. ഇനി ഇതേപോലെ ജലത്തിലും ഒരുപാട് സസ്യങ്ങളുണ്ട്. ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ആമ്പലിൻ്റെയും താമരയുടെയും കുളവാഴയുടെയും ഒക്കെ ചിത്രമാണ് തന്നിട്ടുള്ളത്. എന്താണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ കൂട്ടുകാരെ? ഇവിടെ മുകളിൽ എഴുതിയതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. കാരണം ഇവക്ക് വളരാൻ ജലം ആവശ്യമാണ്. ഇവയുടെ തണ്ട്, വേര് എന്നീ ഭാഗങ്ങൾ വെള്ളത്തിനടിയിൽ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രത്യേകത. കൂടാതെ തണ്ട് എന്ന് പറയുന്നത് ഒരു മൃദുവായതായിരിക്കും, അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പുള്ള രീതിയിൽ ആയിരിക്കും എന്നും മനസ്സിലാക്കി വെക്കുക. ഇനി വിത്തിനുള്ളിലെ ജീവൻ. ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലെത്തി. ആരാ പറയുന്നത്? ഒരു വിത്താണ് പറയുന്നത്. വിത്ത് മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കും വിത്ത് മുളപ്പിക്കാം എന്നതാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം അതിനായിട്ട് കൂട്ടുകാരെ, സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ മണൽ നിറക്കുക. 3-4 പയർ വിത്തുകൾ മണലിൽ അല്പം താഴ്ത്തി ഗ്ലാസ്സിനോട് ചേർന്ന ഭാഗത്ത് വെക്കുക. മണൽ നനയ്ക്കുക. വിത്ത് മുളച്ചു വരുന്നത് നിരീക്ഷിക്കുക. എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് കൂട്ടുകാർക്ക് അപ്പോൾ കാണാൻ കഴിയുന്നത്? നമുക്കപ്പോൾ എന്ത് കാണാൻ കഴിയും? അതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ വിത്ത് ഇങ്ങനെ പുറത്തേക്ക് തലയിട്ട് ഇതാവുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, വിത്തിൽ നിന്നും ഇല വരാൻ വിത്തിൽ നിന്നും ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും? ഏതാണ്? വേരാണ് ആദ്യം മുളച്ചു വരുന്നത്. ആദ്യത്തെ ഇല വിരിയാൻ എത്ര ദിവസം എടുക്കും? ഒരു 3-4 ദിവസമേ സാധാരണ എടുക്കാറുള്ളൂ. നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ചിത്രവും വരച്ചു ചേർക്കണം. അപ്പോൾ കൂട്ടുകാർ ഇത് എന്ത് ചെയ്യണം? ആദ്യം പയറ് വിത്ത് ഇതേപോലെ ഇട്ട് നോക്കുക. എന്നിട്ട് അത് നിരീക്ഷിച്ച് എന്തൊക്കെയാണോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതിനനുസരിച്ച് എഴുതി കൊടുക്കാം. ഞാനും എൻ്റെ ചെടിയും. നിങ്ങളുടെ പരിസരത്ത് ഒരു വിത്ത് മുളപ്പിച്ച് വളർത്തി നോക്കുക. വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് നടാൻ. വിത്ത് മുളച്ച് ചെടി വളരുമ്പോൾ ആവശ്യത്തിന് വളവും നൽകണം. സസ്യത്തിൽ കൂടുതൽ ഇലകൾ വരുന്നതും തണ്ട് വളരുന്നതും പൂക്കൾ വിരിയുന്നതും കായ്കൾ ഉണ്ടാകുന്നതുമൊക്കെ നിരീക്ഷിക്കണേ. നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് ചിത്രസഹിതം തയ്യാറാക്കുക. എന്തൊക്കെ എഴുതണം? നിങ്ങൾ കുഴിച്ചിട്ട വിത്തിൻ്റെ പേരെഴുതുക, വിത്ത് നട്ട രീതി എഴുതുക, മുള വന്ന ദിവസം എഴുതുക, അതുപോലെ ആദ്യ ഇല വിരിഞ്ഞ തീയതിയും 2 ഇലകൾ വന്ന തീയതിയും എഴുതുക. 7 ദിവസം കഴിഞ്ഞപ്പോൾ ചെടിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഉയരത്തിൽ എന്ത് മാറ്റം? വണ്ണത്തിൽ, ഇലയിൽ എന്തൊക്കെ മാറ്റം വന്നു? പൂവ് എപ്പോഴാണ് വന്നത്? കായ് വന്ന തീയതി. ഇതൊക്കെയാണ് നിങ്ങൾ ആ ഒരു പ്രവർത്തന റിപ്പോർട്ടിൽ എഴുതേണ്ടത്. ഇനി വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ. ഈ കറിവേപ്പിൻ്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണിതെല്ലാം. ഇല മുളച്ച് തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ 2 കുട്ടികൾ ഇരുന്ന് പറയാണ്, വേപ്പിൻ തൈ വന്നത് എന്തിൽ നിന്നാണ്? വേപ്പിൻ്റെ വേരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇല മുളച്ചുണ്ടാവുന്നത് അതിൻ്റെ ഇലയിൽ നിന്നാണ്. അപ്പോൾ എല്ലാത്തിനും എന്ത് വേണ്ട? വിത്ത് ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുന്നതിനായി സൈറയും കൂട്ടരും ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല ഇവയെ തരംതിരിച്ച് എഴുതുക. ഓരോ ഇനത്തിലും പെട്ട കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതുകയും വേണം. ഇതെന്ത് ചെയ്യണം? വിത്തിൽ നിന്നുണ്ടാകുന്നത് ഏതൊക്കെയാണ്? മത്തന്, മാവ്, കടപ്ലാവ് ഇതൊക്കെ വിത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. വേരിൽ നിന്നുണ്ടാകുന്നത് മുല്ലയാണ്. ഓക്കെ, കാണ്ഡമന തണ്ടിൽ നിന്നുണ്ടാകുന്നത് ചെമ്പരത്തി, ചെത്തി, റോസ് ഇവയൊക്കെയാണ്. ഇലയിൽ നിന്നുണ്ടാകുന്നതാണ് നിശാഗന്ധി എന്ന് പറയുന്ന ചെടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് എഴുതേണ്ടത്.
ഇനി അടുത്തത് നോക്കൂ, സസ്യഭാഗങ്ങളും ധർമ്മങ്ങളുമാണ്. സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? എല്ലാ ഭാഗങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഓരോ പ്രവർത്തനത്തിനും ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറക്കുക. വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെ വെക്കുക. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലുപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ടുകൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വെക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അവിടെ വെള്ളമുള്ള ടെസ്റ്റ് ട്യൂബിലെ ചെടികൾ അതുപോലെ നിൽക്കുന്നതും വെള്ളമില്ലാത്തതിൽ നശിച്ചു പോയതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്ത് സംഭവിച്ചു? കാരണം എന്തായിരിക്കും? ആ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ചെടികളുടെ നിലനിൽപ്പിന് എന്ത് വേണം? ജലം ആവശ്യമാണ്. ഇപ്പം ഇതൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ വീട്ടിലൊരു ചെടിയുണ്ട്, ആ ചെടിക്ക് നിങ്ങൾ തീരെ വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കും? അത് പോവല്ലേ, അത് ഉണങ്ങി പോവുകയാണ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇവിടെ. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിൻ്റെ നിറം മാറിയത് എങ്ങനെ? ഇതിൻ്റെ വേരിൻ്റെ പങ്കെന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് വെള്ളത്തെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? ആ തണ്ടുകളിലേക്ക് വെള്ളം കയറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചെടികൾ അവർക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കരുതി വെക്കുന്നു. അത് മറ്റു ജീവജാലങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെടികൾ ആഹാരം ഉണ്ടാക്കുന്നത് എവിടെയാണ്? ഇലകളിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി വരച്ചു യോജിപ്പിക്കൂ. ഇവിടെ തണ്ട്, ഇല, വേര് എന്നതിൻ്റെ ധർമ്മമാണ് തന്നിട്ടുള്ളത്. അത് ശരിയായ രീതിയിൽ വരച്ചു യോജിപ്പിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തണ്ടിനവിടെ തന്നിട്ടുണ്ട് എന്താണ്? വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലയിൽ എത്തിക്കുക എന്നതാണ് തണ്ടിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഇലയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് കൂട്ടുകാരെ? ഇലയുടെ ധർമ്മം എന്ന് പറയുന്നത് സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു എന്നതാണ്. ഓക്കെ, സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു എന്നതാണ് ഇലയുടെ ധർമ്മം. അടുത്തത് വേരാണ്. വേര് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു എന്നത് വേര് ചെയ്യുന്ന കാര്യമാണ്. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നതും നമ്മുടെ വേരാണ്. അപ്പോൾ ഈ 2 പോയിന്റും വേരുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇലകളുടെ വൈവിധ്യമാണ് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് തുമ്പയാണ്. തുമ്പയുടെ ആകൃതി എന്ന് പറയുന്നത് നീണ്ടു കൂർത്തതാണ്. മണം എന്ന് പറയുന്നത് എന്താണ്? മണമുണ്ട്. നിറം പച്ചയാണ്. രണ്ടാമത്തേത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റിൻ്റെ വട്ടത്തിൽ പരന്നതാണ് അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. അതിന് എന്തെങ്കിലും മണമുണ്ടോ? ഇല്ല. നിറം എന്താണ്? മഞ്ഞയാണ്. മഞ്ഞയുണ്ടായിരിക്കും, അതുപോലെ തന്നെ പച്ചയുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത് മാവാണ്. മാവ് എന്ന് പറയുന്നത് ആകൃതി നീണ്ടു കൂർത്തതാണ്. അതിന് മണമുണ്ട് അല്ലേ? അതിൻ്റെ മണം നമ്മൾ ഇല ഇതാക്കി കഴിഞ്ഞാൽ അതിനൊരു മണമുണ്ട്. അതിൻ്റെ നിറം എന്താണ്? പച്ച നിറമാണ്. ഇനി അടുത്തത് നാലാമത്തത് റോസാണ്. റോസിൻ്റെ ആകൃതി പരന്നതാണ്. അതിന് മണമില്ല, അതുപോലെ തന്നെ നിറം പച്ചയാണ്. ഇനി എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത്? എന്തൊക്കെയാണ്? നമുക്ക് മനസ്സിലായി നിറത്തിൽ വൈവിധ്യമുണ്ടെന്നും ആകൃതിയിൽ വൈവിധ്യമുണ്ട്, അതുപോലെ നിറത്തിൽ വൈവിധ്യമുണ്ട്, ചില ഇലകൾ മണമുണ്ട് എന്നും നമുക്ക് മനസ്സിലായി. ഇലകൾ പേപ്പറിൻ്റെ അടിയിൽ വെച്ച് ക്രയോൺ ഉപയോഗിച്ച് പകർത്തി ഇലയുടെ രേഖാചിത്രം വരക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാറ്റേണുകൾ നിരീക്ഷിക്കൂ. അപ്പോൾ ഒരു ഇല എടുക്കുക, അത് നമ്മുടെ ബുക്കിൻ്റെ അടിയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ക്രയോൺ ഉപയോഗിച്ച് വരച്ചു നോക്കുക. അപ്പോൾ ഓരോ ഇലകളുടെയും ആകൃതി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് ഇല രൂപങ്ങളാണ്. വിവിധ തരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ. ഇതുപോലെ നമുക്കും നിർമ്മിക്കാം. അപ്പോൾ ഇവിടെ ഇല ഉപയോഗിച്ചു കൊണ്ടുള്ള ഓരോ നിർമ്മിതിയാണ് ഇത് കൂട്ടുകാർ. ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഇലകൾ എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. പൂക്കളിലെ വൈവിധ്യം. മുക്കുറ്റി പറയാണ് എൻ്റെ പൂക്കൾ പറിക്കരുത് എന്ന് പറയുന്നുണ്ട്. പൂ പറിക്കരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാവാം? പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്? എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്? ഒന്ന്, തേനീച്ചക്ക് തേൻ ലഭിക്കാൻ എന്ത് വേണം? പൂക്കൾ ആവശ്യമാണ്. പൂമ്പാറ്റകൾക്ക് തേൻ ലഭിക്കുന്നു. ചില പൂക്കൾ ഔഷധികളാണ്. അതുകൊണ്ടൊക്കെയാണ് പൂ പറിക്കരുത് എന്ന് പറയുന്നത്. ഇനി പൂക്കൾ പലവിധം. ഇവിടെ കുറച്ച് പൂക്കളുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെ പൂക്കളാണെന്ന് അവിടെ എഴുതി കൊടുക്കണം.
ഒന്നാമത്തേത് റോസാണ്, 2 കണിക്കൊന്നയാണ്, മൂന്നാമത്തേത് മുല്ലപ്പൂവാണ്, നാലാമത്തേത് 10 മണിപ്പൂവ്, 5 സീനിയ, 6 മല്ലിക. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഈ പൂക്കളുടെ പേര് എഴുതി കൊടുക്കാം. ഇനി ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പൂക്കളുടെ പേരുകൾ കണ്ടെത്തി എഴുതൂ. മണത്തിലും നിറത്തിലും ആകൃതിയുമല്ലാതെ മറ്റേതെല്ലാം തരത്തിൽ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവയുടെ മണത്തിലും നിറത്തിലും മാത്രമല്ല ആകൃതിയിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഇതുണ്ടാകുന്ന സമയത്തിലും വ്യത്യാസമുണ്ട്. കൂടുതൽ പൂക്കളെ നിരീക്ഷിച്ച് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതും. അപ്പോൾ ഒരുപാട് പൂക്കൾ നമുക്ക് ചുറ്റുമുണ്ട്, അവയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പൂക്കാത്ത സസ്യങ്ങളും എല്ലാ സസ്യങ്ങളും നമുക്ക് പൂക്കൾ തരുമോ? ഇല്ല. ചില സസ്യങ്ങൾ നമ്മൾ ഭംഗിക്ക് വേണ്ടി മാത്രം വെക്കുന്നതാണ് അല്ലേ. അപ്പോൾ മണി പ്ലാന്റ് ഒന്നും നമുക്ക് പൂക്കളൊന്നും തരാറില്ല, ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ വെക്കുന്നതാണ്. ചിത്രത്തിൽ ഉള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവ പൂക്കുന്നവയാണോ? എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല എന്നിവയാണ്. സസ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവുണ്ടാകുന്നു. പൂവ് പിന്നീട് കായ് ആയി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നില്ല, എല്ലാ പൂക്കളും കായായി മാറുകയും ചെയ്യുന്നില്ല. ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? ഇതെന്താണ്? കള്ളിമുൾ ചെടിയാണ്. പ്രധാനമായിട്ടും ഇത് കാണപ്പെടുന്നത് മരുഭൂമികളിലാണ് കാണപ്പെടുന്നത്. ഇത് വളരെ ഉയരത്തിൽ ശാഖോപശാഖയായി വളരുന്നവയും ഒരു പന്തിനോളം മാത്രം വലിപ്പവും രൂപവും ഉള്ളതായിട്ട് നൂറുകണക്കിന് വകഭേദങ്ങളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. ലഭ്യമാവുന്ന ജലം കാണ്ഡത്തിൽ ശേഖരിച്ച് ഏറെ കാലം ജലമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സവിശേഷതയാണ് ഇത്തരത്തിലുള്ള ചെടികൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മിക്കവാറും എല്ലാ ഇനങ്ങൾക്കും നിറയെ മുള്ളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. സാധാരണയായിട്ട് ഇവന്താണ് പുഷ്പിക്കാത്ത ചെടികളുടെ ഒപ്പമാണ് പരിഗണിക്കുന്നത്. അടുത്തത് നീലക്കുറിഞ്ഞിയെ കുറിച്ച് പറയുന്നുണ്ട്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യമാണ്. പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിലനിൽക്കും. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം ഈ നീലക്കുറിഞ്ഞി ഉള്ളതുകൊണ്ടാണ്. ഇനി സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? അപ്പോൾ നമ്മൾ ഒരുപാട് സസ്യങ്ങളെ കുറിച്ച് പഠിച്ചു. ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് തണൽ നൽകുന്നു എന്നതും അതേപോലെ തന്നെ ശ്വസിക്കാൻ ആവശ്യമായ വായു നൽകുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, ഭക്ഷണം നൽകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രയോജനങ്ങൾ. ഇനി സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ ഹരിതഭൂമി എന്ന് പറഞ്ഞാൽ പച്ചപ്പുള്ള ഭൂമി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? സസ്യങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ വിലയിരുത്താം എന്ന പ്രവർത്തനമാണ്. ഒന്ന്, താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തി അവ ഏത് വിഭാഗത്തിൽ പെടുന്നുവെന്ന് എഴുതുക. കൂടുതൽ ഉദാഹരണം കണ്ടെത്തി അവ ഉൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതകളും എഴുതുക. ഇവിടെ ഒന്നാമത്തെ എന്താണ്? തുമ്പയാണ്. തുമ്പ എന്ന് പറയുന്നത് ഔഷധി വിഭാഗത്തിൽ പെടുന്ന സസ്യമാണ്. ഇത്തരത്തിലുള്ളതാണ് തുളസി, അതുപോലെ തന്നെ മുക്കുറ്റി തുടങ്ങിയവയൊക്കെ. ഇതിൻ്റെ പ്രത്യേകത തണ്ട് മൃദുവാണ്, അതുപോലെ തന്നെ വലുപ്പത്തിൽ ചെറുതാണ്, മാസങ്ങൾ മാത്രം നിലനിൽക്കുന്നു, ആഴത്തിൽ വേരോട്ടം ഇല്ലാത്തതാണ്. ഇനി അടുത്തത് രണ്ടാമത്തേത് റോസയാണ്. റോസ എന്ന് പറയുന്നത് ഒരു കുറ്റിച്ചെടിയാണ്. കാഠിന്യമുള്ള തണ്ടും ഇടത്തരം വലുപ്പം, വർഷങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നതാണ് റോസ്. അവസാനത്തെ തെങ്ങാണ്. തെങ്ങ് എന്ന് പറയുന്നത് ഒരു മരമാണ്. വളരെ കാഠിന്യമുള്ളതാണ്, വളരെ വലുതാണ്, വളരെയധികം വർഷങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നത് നമ്മുടെ തെങ്ങ്. അപ്പോൾ ഈ സവിശേഷതകളാണ് നിങ്ങൾ അവിടെ ബോക്സിൽ എഴുതേണ്ടത്. ഇനി അടുത്തത് പൂക്കൾക്ക് ഉചിതമായ നിറം നൽകുക. അടുത്ത ഒരുപാട് പൂക്കൾ ഏതൊക്കെയാണ്? ചെമ്പരത്തി, ആമ്പല്, വേറെ ഏതോ ഒരു പൂവ് അല്ലേ. അപ്പോൾ അത്രയും തന്നിട്ടുണ്ട്. നന്ദ്യാർവട്ട തോന്നുന്നു. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? നിങ്ങൾ നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കണം. നിങ്ങൾ ഈ നിറം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്നും കൂടെ അവിടെ എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന പൂച്ചെടികളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കാനും പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ്? ഒരേ നിറം മാത്രം നൽകുന്ന പൂക്കളുള്ളത്, പല നിറത്തിലുള്ള പൂക്കളുള്ള ചെടികൾ. അപ്പോൾ ഒരേ നിറത്തിൽ മാത്രം പൂക്കളുള്ളത് ഏതൊക്കെയാണ്? മുല്ല, തുമ്പ, നിശാഗന്ധി, നീലക്കുറിഞ്ഞി. ഇനി പല നിറത്തിലുള്ളത് ചെമ്പരത്തി, റോസ്, മല്ലിക, ജമന്തി ഇവയൊക്കെയാണ്. നിങ്ങൾ നട്ടുവളർത്തിയ ചെടി ഇപ്പോൾ എത്ര വലുതായി? ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഈ ചെടി നമുക്കും മറ്റു ജീവജാലങ്ങൾക്കും എപ്രകാരം പ്രയോജനപ്പെടുന്നുവെന്ന് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണ്? തണൽ നൽകുന്നു, ഭക്ഷണം നൽകുന്നു, ശ്വസിക്കാനുള്ള വായു നൽകുന്നു, മണ്ണൊലിപ്പ് തടയുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ചെടി തരുന്ന ധർമ്മം എന്ന് പറയുന്നത്. ഇനി അടുത്ത തുടർ പ്രവർത്തനങ്ങളാണ്. പരിസരത്തുള്ള ഏതെങ്കിലും 5 സസ്യങ്ങൾ കണ്ടെത്തി താഴെ കൊടുത്ത വിവരങ്ങൾ ചേർത്ത് ഹരിത കാർഡ് നിർമ്മിക്കാനാണ്. സസ്യത്തിൻ്റെ പേരുണ്ടായിരിക്കണം, ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്നും നടാൻ ഉപയോഗിച്ച ഭാഗം ഏതാണെന്നും ഇലയുടെ പ്രത്യേകത, പൂവിൻ്റെ പ്രത്യേകത, കാണ്ഡത്തിൻ്റെ പ്രത്യേകത ഇവയും നിങ്ങൾ എഴുതണം.
ഇനി രണ്ടാമത്തത് പല നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തി, റോസ് തുടങ്ങിയ ചെടികൾ കണ്ടിട്ടില്ലേ? ഒരേ ചെടിയുടെ വ്യത്യസ്ത ഇനങ്ങളാണല്ലോ അവ. ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഇനം ചെടികൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വെച്ച് പിടിപ്പിക്കാനും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാഠഭാഗം ജന്തുലോകത്തേക്ക് എന്നുള്ളതാണ്. നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പാഠഭാഗമൊക്കെ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്